ആരിഫ് ഖാൻ വന്ന സമയത്ത് ഇങ്ങനെയുള്ള വിവാദങ്ങളോ ആക്ഷേപങ്ങളൊന്നും ഒന്നും ഉണ്ടായില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുമായിട്ട് സർക്കാരുമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവരാവശ്യപ്പെട്ട മിക്കവാറും കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുത്തു. തീരെ പറ്റാത്ത കാര്യങ്ങൾ മാത്രമേ നോ പറഞ്ഞു. അതിൽ പിണറായി വിജയനും വലിയ നീരസം ഉണ്ടായിരുന്നില്ല. കണ്ണൂർ സർവകലാശാലയിൽ വൈസ് ചാൻസലറെ പുനർനിയമിക്കുന്ന ഘട്ടത്തിലാണ് ഇവർ തമ്മിൽ തെറ്റിയത്. മുഖ്യമന്ത്രി ഇദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ച് സംസാരിച്ചു. അദ്ദേഹം തിരിച്ചു അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. അങ്ങനെ തട്ടുകേടായി മാധ്യമങ്ങൾ പക്ഷം പിടിച്ചു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിച്ചിട്ട് വേറെ കാര്യമുള്ളൂ എന്ന നിലപാടിലേക്ക് ഗവർണർ പോയി. പല വൈസ് ചാൻസലർമാർക്കും കസേര നഷ്ടമായി. അവിടെയൊക്കെ ഇദ്ദേഹം തൻ്റെ ഇഷ്ടപ്രകാരം ഓരോരുത്തരും നിയമിച്ചു. അവർക്കെതിരായിട്ട് സർക്കാർ പല ഔദ്യോഗിക നടപടികൾ, അച്ചടക്ക നടപടി വരെ കൈക്കൊണ്ടു. ഓരോ ഘട്ടത്തിലും കോടതിയുടെ ഇടപെടലുണ്ടായി. ചിലതിലൊക്കെ ഗവർണർക്ക് ഗുണമായി, ചിലതിലൊക്കെ സർക്കാരിന് ഗുണമായി. അങ്ങനെ രണ്ട് കൂട്ടരും ഗോളുകൾ മാറി മാറി അടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിരുന്നു. കേരള ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഗവർണർമാരുണ്ടായിട്ട് രാമകൃഷ്ണ റാവു മുതൽക്ക് ഇങ്ങോട്ട് മറ്റ് പലരും വിവാദ പുരുഷന്മാർ വരും. രാമകൃഷ്ണ റാവു കേരള സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് കേന്ദ്രത്തിലേക്ക് റിപ്പോർട്ട് അയച്ചുകൊണ്ട് വിവാദ പുരുഷനായിട്ട് മാറി. പിന്നീട് വന്ന ഗിരി കേരളത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയെ അട്ടിമറിച്ച് പഞ്ചാബിൽ ഗവർണറായിട്ട് അയക്കാൻ വേണ്ട ഒത്താശ ചെയ്തു കൊടുത്തു. വി വിശ്വനാഥിൻ്റെ കാലത്ത് ഇതുപോലെയൊക്കെയുള്ള സർക്കാർ കേന്ദ്രത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടായി. എം.എസ്. നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ്. വിശ്വനാഥനാണ് എം.എസിനെ അട്ടിമറിക്കുന്നതിലും അച്യുതമേനോനെ മുഖ്യമന്ത്രിയാക്കുന്നതിലും തീരെ ചെറുതല്ലാത്ത ഒരു പങ്ക് വഹിച്ചത്. പിന്നീട് ജ്യോതി വെങ്കടാചലത്തിൻ്റെ കാലത്ത് അന്ന് LDF സർക്കാരും ഗവർണർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. രാം ദുലാരി സിൻഹ അതിനേക്കാൾ കൂടിയ ഒരു വിവാദ വനിതയായിരുന്നു. ഇങ്ങനെ പലരും ഇവിടെ വന്ന് സൽപ്പേരുണ്ടാക്കുകയും ചിലരൊക്കെ ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്താണ് പോയത്. അപ്പോൾ അങ്ങനെയുള്ളതായി ഈ സംസ്ഥാനത്ത് രാജയ്യയുടെ സമയത്തൊക്കെ പിന്നീട് നമ്മുടെ ഗവായി ഇരിക്കുന്ന സമയത്താണ് പിണറായി വിജയനെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുവാദം കൊടുക്കുക. അതിനെതിരെ മാർക്സിസ്റ്റുകാർ വലിയ കലാപം അഴിച്ചുവിടുകയൊക്കെ ചെയ്തു. ഏതായാലും ആ കാലമൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏതായാലും കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗംഭീരനായ ഏറ്റവും വിവാദ പുരുഷനായ ഗവർണർ ആരാണെന്ന് ചോദിച്ചാൽ ഇനി മേലിൽ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.